മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചിയുടെ ജനകീയ ഗായകൻ എച്ച് മെഹബൂബ് വിട പറഞ്ഞിട്ട് 45 വർഷം. കൊച്ചിൻ മ്യൂസിക്കൽ ലാബിന്റെ ആഭിമുഖ്യത്തിൽ ഗാനാഞ്ജലി സംഘടിപ്പിച്ചു. കൊച്ചിയുടെ ജനകീയ ഗായകൻ എച്ച് മെഹബൂബ് വിട പറഞ്ഞിട്ട് 45 വർഷം തികയുകയാണ്. ഈ വർഷം മെഹബൂബിന്റെ 100ാം ജന്മവാർഷികം കൂടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. കൊച്ചിക്കാർ എന്നും സ്നേഹത്തോടെ ഭായി എന്ന് വിളിക്കുന്ന മെഹബൂബിന്റെ ഓർമ്മദിനത്തിൽ ഗാനാഞ്ജലി ഒരുക്കുകയാണ് നാട്. പണത്തെക്കാളും പ്രശസ്തിയെക്കാളും മെഹബൂബ് എന്ന ഗായകൻ ഇഷ്ടപ്പെട്ടിരുന്നത് കൊച്ചിക്കാരുടെ ഹൃദയത്തിലൂടെ പാടി അലയുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും തേടിയെത്തുമ്പോൾ ഓടി ഒളിക്കുന്നതായിരുന്നു ഭായിയുടെ സ്വഭാവം. ഒരു മെഹഫിലിലോ കല്യാണ സദസ്സിലോ പാടുമ്പോഴുള്ള സുഖം സിനിമയിൽ പാടിയാൽ കിട്ടില്ലെന്നായിരുന്നു ഭായിയുടെ രീതി. കുഞ്ചാക്കോയെ പോലുള്ള നിർമ്മാതാക്കൾ മെഹബൂബിനെ തേടിയെത്തി കാണാനാവാതെ മടങ്ങിയ സംഭവങ്ങൾ ഏറെയാണ്. പക്ഷേ കൊച്ചിക്കാർ ഭായിയെ മനം നിറയെ സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെ പുതിയതും പഴയതുമായ തലമുറക്കാർ ഭായിയോട് പുലർത്തുന്ന സ്നേഹവായ്പ് മറ്റൊരു ഗായകർക്കും കിട്ടാതെ പോയത്. 1926 ഫോർട്ട് കൊച്ചി പട്ടാളത്ത് ജാതിക്ക വളപ്പിൽ ഹുസൈൻ ഖാന്റെയും ഖാലാജാന്റെയും രണ്ടാമത്തെ മകനായി ദക്കിനി മുസ്ലിം കുടുംബത്തിൽ പിറന്ന മെഹബൂബ് ഖാൻ എന്ന ബാലൻ പട്ടിണിയോട് മല്ലടിച്ചാണ് വളർന്നത്. ബാല്യത്തിൽ തന്നെ പിതാവ് മരിച്ചു. കുട്ടികളുടെ പട്ടിണി മാറ്റാൻ മാതാവ് ഖാലാജാൻ കല്യാണ വീടുകളിൽ ഡോൾ കൊട്ടി പാടാൻ പോയിരുന്നു. പലപ്പോഴും കൂടെ മെഹബൂബിനെയും കൂട്ടി. ഈ യാത്ര മെഹബൂബിനെ സംഗീതത്തോടടുപ്പിച്ചു. പിന്നീട് ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പിൽ ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടപ്പോഴാണ് പട്ടാള ബാരക്കിലെ പാട്ടുകാരനായി മാറിയത്. 1950 ചേച്ചി എന്ന സിനിമയിൽ ഭായിയുടെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്തെങ്കിലും 1951 ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ച ജീവിത നൗക എന്ന ചലച്ചിത്രത്തിൽ പി ലീലയോടൊപ്പം പാടിയ വരൂ നായികെ എന്ന ഗാനവും അകാലെ ആരും കൈവിടും എന്ന ഗാനവും മെഹബൂബിനെ മലയാള സിനിമാ ലോകത്ത് സുപരിചിതനായി. പിന്നീട് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് ഹിറ്റ് ഗാനങ്ങളിലൂടെ മെഹബൂബ് സംഗീത പ്രേമികളുടെ മനസ്സ് കീഴടക്കി. കാസാരോഗം പിടിവിട്ട് കാക്കനാടുള്ള ബന്ധുവീട്ടിൽ കഴിഞ്ഞിരുന്ന മെഹബൂബ് 1981 ഏപ്രിൽ 22 മരിച്ചു. മെഹബൂബ് കാലയവനികയിൽ മറഞ്ഞെങ്കിലും അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ അനശ്വരമായി നിലകൊള്ളുന്നു. കൊച്ചിക്കാർക്ക് ഭായിയോടുള്ള സ്നേഹമായിട്ട് നാൾക്കുനാൾ വർദ്ധിച്ചും വരികയാണ്. മെഹബൂബിന്റെ ഓർമ്മയ്ക്കായി കൊച്ചിൻ മ്യൂസിക് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ ഗാനാഞ്ജലി ഒരുക്കി. PK ഖാദർ, സലീം കൊച്ചിൻ, മെഹ്താബ് അസീം, സീനത്ത് മജീദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൊച്ചിൻ മ്യൂസിക് ലാബ് ഗാനാഞ്ജലി ഒരുക്കിയത്. ചിന്നപ്പൻ ഓർക്കസ്ട്ര നിയന്ത്രിച്ചു.
ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.